ഉറക്കമില്ലാത്ത രാത്രികളാണ് മുള്ളരിങ്ങാട് നിവാസികൾക്ക്. ഇഞ്ചിപ്പാറ മുതൽ മുള്ളങ്ങാട് വരെയുള്ള വഴിയരികിൽ ഉറങ്ങാതെ യുവാക്കൾ ഉണർന്നിരുന്ന് തീ കത്തിച്ചാണ് കാട്ടാനയ്ക്ക് പ്രതിരോധം തീർക്കുന്നത്. എന്നിട്ടും അധികൃതർ തുടർന്ന അനാസ്ഥ മൂലം ഒരു ജീവൻ കൂടി കാട്ടാനക്കലിയിൽ പൊലിഞ്ഞിരിക്കുകയാണ്. സന്ദീപ് രാജാക്കാട് തയ്യാറാക്കിയ റിപ്പോർട്ടുകൾ. ഞാനിപ്പോൾ ഉള്ളത് ഇഞ്ചിപ്പാറ എന്ന് പറയപ്പെടുന്ന സ്ഥലത്താണ്. ഇവിടെ നിന്നാണ് മുള്ളരിങ്ങാട്ടേക്ക് പോവുക. ഇവിടെ നിന്ന് വളരെ കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ പോകുന്ന വഴിയരികിൽ മുഴുവനും രാത്രി കാലത്ത് ഇവിടുത്തെ ആളുകൾ ഉറങ്ങാതെ ഇരുന്ന് ഇങ്ങനെ തീയിട്ട് കാട്ടാനയെ പ്രതിരോധിക്കുന്ന ഒരു സാഹചര്യമാണ്. കുറേ കാലങ്ങളായില്ലേ ഇങ്ങനെ തുടങ്ങിയിട്ട്? 4 വർഷത്തോളമായി ഇങ്ങനെ തുടങ്ങുന്നത്. ഇഞ്ചിപ്പാറ ഒരു ഉപജീവനമാർക്കാണ് ഇവിടെയുള്ള ജനങ്ങൾക്ക്. ഈ സമയത്ത് ഇവിടെ മഞ്ഞൾ, കൂവ, ഇഞ്ചി ഈ സാധനങ്ങൾ ഉണങ്ങുന്ന ഒരു പാറയാണിത്. ഇവിടെ 1000-ഓളം തൊഴിലാളികൾ പണിയെടുക്കുകയും അവരൊരു ഇതുമായിരുന്നു. ഈ കാട്ടാനയെ പേടിച്ച് ഇപ്പോൾ അത് നിർത്തിവെച്ചേക്കുകയാണ്. അതുകൊണ്ട് ഇതിന് ഒരു പരിഹാരം ഉണ്ടാക്കണമെന്ന് മാത്രമാണ് ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യം. ഇപ്പോൾ ഒരു കൊച്ചിനെ ചവിട്ടിക്കൊന്നുണ്ട്. ആ കൊച്ച് പശുവിനെ നോക്കി പോയതാണ്. അതിനെ കൊല്ലുന്നതിൻ്റെ അതിൻ്റെ അച്ഛൻ ഒരു കൂലിപ്പണിക്കാരനാണ്. വേറൊരു മാർക്കമില്ലാത്തൊരു മനുഷ്യനാണ്. അതുകൊണ്ട് ഇതിനെതിരെ എന്തെങ്കിലും നടപടി സ്വീകരിക്കണമെന്നാണ് ജനങ്ങളുടെ ഒരു ആവശ്യം. രാത്രി മുഴുവനും നിങ്ങൾ ആളുകൾ യുവാക്കൾ ഇങ്ങനെയാണോ നിങ്ങളുടെ ഒരു? തീർച്ചയായിട്ടും ഞങ്ങളത് സ്ഥിരമായിട്ട് ഇപ്പോൾ ഒരു ദിവസമല്ല, മാസങ്ങളല്ല, വർഷങ്ങളായി ഇപ്പോൾ ഞങ്ങൾ ഈ ഫെൻസിങ്ങിൻ്റെ ഒരു പണികൾ ഏകദേശം ആയതോട് കൂടിയിട്ട് ഞങ്ങൾ ഇതിൻ്റെ പുറകെ ഉണ്ട്. കാരണം രാത്രി കാലങ്ങളിൽ ഇപ്പോൾ ഇവിടെ മാത്രമല്ല, ഇവിടുന്ന് കുറേ ഭാഗങ്ങൾ റോഡ് സൈഡിലൂടെ നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് അറിയാം, അങ്ങ് എത്തി റോഡിൽ തീയും ചാരവും കിടക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ സ്ഥിരം ഇതിനകത്ത് ഒരു 10-15 മിനിറ്റ് ഇടവിട്ട് മിക്കവാറും ഈ വരുന്ന വാഹനങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പെട്രോളിങ് പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. എവിടെയെങ്കിലും തീ കുറയുമ്പോൾ അത് വീണ്ടും തീ ഇടുക. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളെ മാത്രമല്ല, ഇപ്പോൾ ഈ മുള്ളരിങ്ങാട് മേഖലയെ മാത്രമല്ല, ഇവിടുന്ന് ഈ വരുന്ന ആനയുടെ ഏറ്റവും കൂടുതൽ ശല്യമുള്ള മുള്ളരിങ്ങാട്, പാച്ചുറ്റി, അള്ളുങ്കൽ, അതുപോലെ തേങ്കോട്, ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരം ഇതിൻ്റെ വലിയൊരു പ്രതിസന്ധിയിലാണ് നിൽക്കണം നമ്മളെല്ലാവരും. ഇത് സർക്കാരും അതുപോലെ വനം വകുപ്പിനും ഇത് ഒന്ന് കണ്ടില്ല എന്ന് ധരിച്ച് മുമ്പോട്ട് പോകുവാൻ കഴിയില്ല. ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാകണമെന്ന ആവശ്യമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഈ ഒരു വലിയ ദുരിത ജീവിതം അത് പുറം ലോകത്തേക്ക് എത്താൻ, അധികൃതരിലേക്ക് എത്തിക്കാൻ ഒരാളുടെ ജീവൻ നഷ്ടമാകേണ്ടി വന്നു എന്ന ദയനീയമായ ഒരു സാഹചര്യം കൂടി ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതിന് അടിയന്തരമായ പരിഹാരം ഉണ്ടാക്കണമെന്ന ആവശ്യമാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ടോവിൻ കൊച്ചുമടത്തിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.